ഇന്നലെ മുതൽ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ് പൾസർ സുനിയുടെ കേസ് എന്ന് പറയുന്നത്. പൾസർ സുനി ഉണ്ട് ഈ അതിസാഹസ്യമായ റിപ്പോർട്ടർ ടി വിയിലെ റോഷി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ അതിസാഹസ്യമായുണ്ട് ആ തെളിവുകൾ എടുക്കുന്ന സീനൊക്കെ ഇന്നും ഇന്നലെയായിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരുപാട് പേരുണ്ട് ഈ ഡൗട്ടുമായിട്ട് വരുന്നത്. അതോടെ തന്നെ ഇവർ മനഃപൂർവ്വം ചെയ്യിച്ചുള്ളൊരു കാര്യമാണെന്നുള്ള ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു പൊട്ടനാണെന്നോ പൾസർ സുനി എന്നുള്ളത് ഒരുപാട് പേർക്ക് ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ റോഷി ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് റിപ്പോർട്ടർ ടി വി ഉണ്ടെങ്കിൽ പലവട്ടം ഈ പൾസർ സുനിയുടെ കാര്യങ്ങൾ ഇതേ കണക്ക് പറഞ്ഞിട്ടുമുണ്ട്. അതോടെ തന്നെ ഇവർ തന്നെയാണ് പലവട്ടം ഉണ്ടെങ്കിൽ പൾസർ സുനിയുടെ കാര്യങ്ങൾ റിപ്പോർട്ടും ചെയ്തിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഉണ്ടെങ്കിൽ ഒരു റിപ്പോർട്ടർ വന്ന് ഇത് കണക്കത്തുള്ള ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ പൾസർ സുനിക്ക് അത് മനസ്സിലാവാതിരിക്കുക. അതോടെ തന്നെ ഇതിനകത്ത് റിപ്പോർട്ടർ ടി വിയിൽ ആൾക്കാരും ആങ്കേഴ്സൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യമെന്ന് പറയുന്നത് അവർ ചെന്ന സമയത്ത് ഇവർ കൂട്ടമായിട്ട് ഒരു ഗ്യാങ്ങൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണെന്ന്. സോ ഒരു ഗ്യാങ്ങിലുള്ള ആരും ഉണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ഇവർ പറയുന്നതെല്ലാം കേട്ടിട്ട് ഇതേ കണക്ക് അറിയാതെ നിന്നിട്ട് ഇവർ എല്ലാ തെളിവും എടുത്തുകൊണ്ട് വന്നെന്ന് പറയുന്നത് ആൾക്കാർക്ക് അത്ര വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ്. അതിനകത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു കള്ളത്തരമാണ്, ഇവരെല്ലാം കൂടെ മനഃപൂർവ്വം സെറ്റ് ചെയ്തെന്നുള്ളൊരു കാര്യമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതേ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെയല്ല, അവർ കഷ്ടപ്പെട്ട് ഈ തെളിവ് എടുത്തെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്തെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പോഴുണ്ടെങ്കിൽ പൾസർ സുനിക്ക് വേറൊരു പ്രശ്നം കൂടാണ് വന്നിരിക്കുന്നത്. ഈ കോർട്ടുണ്ടെങ്കിൽ പൾസർ സുനിക്ക് ജാമ്യം കൊടുത്തൊരു സമയത്ത് കുറച്ച് നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കണക്കുണ്ടെങ്കിൽ റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ അടുത്തോ വേറെ പ്രതികളുടെ അടുത്തോ ഒന്നും സംസാരിക്കാൻ പാടില്ല. അതോടെ തന്നെ ഇതിനെപ്പറ്റിയുള്ള തെളിവുകളോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങൾ വെളിയിൽ പോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പൾസർ സുനിക്ക് ജാമ്യം കൊടുത്തത്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലത്തുള്ള വെളിപ്പെടുത്തലുമായി പൾസർ സുനി വന്നിരിക്കുന്നത്. എന്തായാലും ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ പറഞ്ഞ് ചെയ്യിച്ചതായിരിക്കും, അല്ലാതെ ആയിരിക്കും. പക്ഷേ എന്തായിരുന്നാലും ശരി, തീർച്ചയായിട്ടും സത്യം തെളിയുന്നത് തന്നെയായിരിക്കും.